ഹായ് ഗെയ്സ്, ഞാനിപ്പോൾ ഉള്ളത് കിർഗിസ്ഥാനിലെ ബിഷ്കെക് സിറ്റിയിലാണ്. നമ്മൾക്കറിയാം കുറച്ച് നാളുകളായിട്ട് പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കിർഗിസ്ഥാനെ കുറിച്ച് എനിക്ക് എൻക്വയറി ചെയ്യാറുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ഞാൻ കിർഗിസ്ഥാന് പൊതുവേ ചെയ്യുന്നൊരു വ്യക്തിയല്ല. ചെയ്യാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പല കാരണങ്ങളാലാണ് ഞാൻ കിർഗിസ്ഥാൻ എന്നുള്ള രാജ്യത്തെ ചെയ്യാത്തത്, പല അഡ്മിഷൻസും യൂണിവേഴ്സിറ്റീസും സപ്പോർട്ട് ചെയ്യാത്തത്. പക്ഷേ നിങ്ങൾക്കറിയാം, ഇവിടെ നിന്ന് കേരളത്തിലുള്ള പല യൂണിവേഴ്സിറ്റികളും പല മെഡിക്കൽ കോളേജുകളൊക്കെ ഇവിടെ പല യൂണിവേഴ്സിറ്റികളായിട്ട് ടൈപ്പ് ആയിട്ട് പല MBBS പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നിരവധി ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നല്ലതായിട്ടുള്ളതുകൊണ്ട് അല്ലാത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു യൂണിവേഴ്സിറ്റി കിർഗിസ്ഥാനിൽ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ഗൗരവകരമായിട്ട് അതിൻ്റെ തിരഞ്ഞെടുപ്പുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വലിയൊരു കരിയറിലേക്കാണ് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് നിഷ്പക്ഷമായിട്ട് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ചോദിച്ചറിയാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ള നമ്മുടെ സുഹൃത്താണ്. ഇവർ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ MBBS അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പല വിദ്യാർത്ഥികളെയും യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിഷ്പക്ഷമായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാഫിസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. എന്തായാലും നമുക്ക് ഹാഫിസിനോട് കാര്യങ്ങൾ പറയാം. ഹായ്, ഞാൻ ഹാഫിസ്. ഇപ്പോൾ അഫ്സൽ സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി പരമായിട്ട് എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ അഡ്മിഷൻ്റെ കാര്യങ്ങളായാലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാനിവിടെ യൂണിവേഴ്സിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് തരുന്നതാണ്. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് കിർഗിസ്ഥാനിൽ ഏത് യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഏതൊക്കെ യൂണിവേഴ്സിറ്റി ആണോ അതിൻ്റെ അവസ്ഥ എന്താണ്, അവിടുത്തെ സിലബസ് എന്താണ്, അതിൻ്റെ നിലവിലെ സാഹചര്യങ്ങൾ എന്താണ്, അവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണ്, ഇത്തരത്തിൽ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. നിഷ്പക്ഷമായിട്ട് വളരെ ക്ലിയർ കട്ടായിട്ട് ഇദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേരും ഇതിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ചാനലുമായിട്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പറുമായിട്ടോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചറിയാവുന്നതാണ്. അപ്പോൾ ബൈ.